ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രം, തെക്കേ ഗ്രാമം, ചിറ്റൂർ. ഹര നമ പാർവതീപതേ ഹര ഹര മഹാദേവ. ചിറ്റൂർ ഗ്രാമം സംസ്കൃതത്തിലെ ചിത്പുരി എന്ന് പറയും. ചിത്ത് പറഞ്ഞ ഐശ്വര്യമുള്ള ഒരു സ്ഥലമാണ്. ഈ ഗ്രാമം ഉണ്ടാക്കിയത് മഹാനായ തുഞ്ചത്ത് എഴുത്തച്ഛൻ ആചാര്യനാണ്. അദ്ദേഹം വരുമ്പോൾ ഒരു നദിയുടെ അടുത്ത് ഈ ഗ്രാമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മുടെ ഗ്രാമദേവതയായ ധർമ്മശാസ്താവിനെ അവിടെ പ്രതിഷ്ഠിച്ചു. അത് കഴിഞ്ഞ് രാമന് പെരുമാൾ ഇപ്പുറത്ത് ശിവരും പാർവതി പ്രതിഷ്ഠിച്ചു. ഈ പെരുമാൾ ഇതൊരു 600 കൊല്ലമായി പ്രതിഷ്ഠ കഴിഞ്ഞിട്ട്. ഈ പെരുമാൾ വളരെ ഉഗ്രമുള്ള ദേവതയായിരുന്നു. അതുകൊണ്ട് ഗ്രാമത്ത് ഒരുപാട് ശിശുമരണങ്ങൾ, ഒരു കൊല്ലത്തിൽ 10-20 കുട്ടികൾ ഒരു വർഷത്തിനുള്ളിൽ മരിക്കുമായിരുന്നു. അവരെ പ്രശ്നം വെച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിൽ നിങ്ങൾ രാമനെ മാറ്റിയിട്ട് കല്യാണരാമനായിട്ട് വെക്കണം. രാമർ തനിക്ക് ഒറ്റയ്ക്ക് പാടില്ല, സീതയുടെ കൂടെ വെക്കണമെന്ന് അവർക്ക് കണ്ടു. അപ്പോൾ രാമരും സീതയും അപ്പോഴാണ് ആദ്യ കുംഭാഭിഷേകം ചെയ്ത് സീതയെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ കല്യാണരാമനാണ് ഇവിടെ. സാധാരണ നമ്മളെ ഇതിൽ കലണ്ടറിൽ നോക്കുമ്പോൾ സീത ഇടത് ഭാഗത്താണ്, പക്ഷേ നമ്മുടെ അമ്പലത്തിൽ സീത വലത് ഭാഗത്താണ്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, അത് എന്തെങ്കിലും ഈ വൈദികമായിട്ട് ചെയ്യുമ്പോൾ ഭർത്താവിൻ്റെ വലത് ഭാഗത്ത് ഭാര്യ നിന്ന് ദർഭ കൊണ്ട് പിടിക്കുക. സാധാരണ അതാണ് നമ്മുടെ ശാസ്ത്രപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സീതേനെ വലത് ഭാഗത്തെത്തി. അപ്പോൾ മുമ്പിലുള്ള പെരുമാളിനെ അതിനെ കളഞ്ഞില്ല. ആ പെരുമാൾ ഇവിടെ സീതയ്ക്കും അവിടെ പാർവതിക്കും ശിവരനും നടുവിൽ അതിനെ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും അന്നാഭിഷേക ദിവസം ആ പെരുമാളിലും നിവേദ്യം കൊടുക്കും. ദിവസം നൈവേദ്യമുണ്ട്, അന്ന് കൂടുതൽ കൊടുക്കും. ഇപ്പോൾ രാമർ കല്യാണരാമനായിട്ട് പ്രതിഷ്ഠ ചെയ്ത് 600 കൊല്ലമായി നമ്മൾ പറഞ്ഞതുപോലെ. ഇപ്പോൾ അടുത്ത ഈ ശിവൻ്റെ അമ്പലത്ത് അതിരുദ്രം കഴിഞ്ഞു. 11 ദിവസം രുദ്രാഭിഷേകം, രുദ്രം ജപിക്കൽ. 225 സംസ്കൃതം പഠിച്ചവർ ഈ രുദ്രജപം കഴിച്ചു. അത് ഗ്രാമത്തിനും രാജ്യത്തിനും ഈ രാജ്യത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടി നന്മയ്ക്കായി ചെയ്യുന്ന ഒരു ജപമാണ്. വളരെ നന്നായിട്ട് കഴിഞ്ഞു. അതുപോലെ രാമൻ്റെ അമ്പലത്തിലെ എല്ലാ വിശേഷങ്ങളും, വൈകുണ്ഠ ഏകാദശി, പിന്നെ മാർച്ച് മാസം ഈ രാമനവമിക്ക് തേരുണ്ട്. അതേസമയത്ത് ശിവൻ്റെ അമ്പലത്തിലും തേരുണ്ട്. 12 കൊല്ലത്തിലൊരിക്കൽ കുംഭാഭിഷേകം കഴിക്കും എല്ലാ അമ്പലത്തിലും. 12 ദിവസം ഒടുവിൽ കഴിഞ്ഞ് 2014 കുംഭാഭിഷേകം കഴിച്ചത്. ഇപ്പം കഴിഞ്ഞോ? 2020 22 കുംഭാഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. പൂജ കഴിക്കുന്നവരെ ഇവിടെ തന്നെ താമസിക്കേണ്ടവർ. അപ്പോൾ ദിവസവും കാലത്തും വൈകിട്ടും ഭഗവാന് നൈവേദ്യവും അർച്ചനയും അഭിഷേകവും പൂജയും എല്ലാം ഉണ്ട്. കാലത്ത് 5:30-6 മണിക്ക് തുറന്ന് 8 മണി 9 മണി വരെ ഉണ്ടാവും. അത് മുമ്പിൽ പറഞ്ഞു വെച്ചാൽ അവരുടെ ഫോൺ നമ്പറുണ്ട്, പറഞ്ഞാൽ അവർ അതുപോലെ തുറന്ന് വെച്ചില്ല. ആർക്കും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ അതുവരെ വെയിറ്റ് ചെയ്യും. ശിവനൈ മറവാ തിരുപ്പായ് മനമേ പിറവാ വരം തന്തരുളും ഇറവൻ. ഇത് ഈ 3 ലെറ്റർ പാട്ട് ആദ്യം ഇവിടെ പാടിയത് ഒരു പ്രദോഷത്തിനാണ്. അത് ഞാൻ പാടി നിർത്തിയതും എനിക്കറിഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് വന്നു. அப்போ ரமணன்னா இந்த பாட்டை ஆദ്യം ഒക്കെ കൂടെ പാടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കേൾക്കണം തിരുത്തോള പാട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരിക്കൽ പാടി. അത് പാടിക്കഴിഞ്ഞതും ഇനിയൊരു ഫ്രണ്ട് വന്നു. അയാൾ പറഞ്ഞു, അയ്യോ നിങ്ങൾ എപ്പോഴും പറയുമല്ലോ ഈ പാട്ടിനെ പറ്റി,
ഒരിക്കൽ കൂടി പാടണം പറഞ്ഞു. അങ്ങനെ ആ പാട്ട് ഞാൻ ആദ്യത്തെ ദിവസം ഇവിടെ പാടുമ്പോൾ 3 പ്രാവശ്യം പാടി. ഞാൻ വീട്ടിൽ പോയി എൻ്റെ തന്നെ 3 പ്രാവശ്യം ഭഗവാൻ പാടിച്ചത് ആ പാട്ട്. പിന്നെയാണ് അറിഞ്ഞത് ത്രിതളം പറഞ്ഞാൽ ഈ വില്ലത്തിന് 3 ഇലയുണ്ട്, അതുകൊണ്ട് 3 പ്രാവശ്യം കേൾക്കണമെന്ന് ഭഗവാന് ആഗ്രഹം. അതുകൊണ്ടാണ് 3 പ്രാവശ്യം എന്നെ പാടിച്ചത്. ഇപ്പോൾ എല്ലാ പ്രദോഷത്തിനും ഈ പാട്ട് ഞങ്ങൾ പാടും. അതിന് ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. തമിഴ് പാട്ടാണ്, പക്ഷേ അത് വളരെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അത് ചെറിയ പാട്ടുമാണ്. സിന്ധുഭൈരവി രാഗത്തിൽ പാടിയ പാട്ട് ഞാൻ എൻ്റെ ബ്രദറടുത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പാട്ട് ഭഗവാന് വളരെ ഇഷ്ടമായിട്ടും അതുകൊണ്ട് ഞങ്ങൾ ദിവസവും അല്ലെങ്കിൽ പ്രദോഷത്തിന് എല്ലാ ദിവസവും പാടേണ്ടതെന്നാണ്. ശിവനൈ മറവാതിരുപ്പായ് മനമേ പിറവാവരം തന്തരുളും இறைவன் சிவனை மறவாதிருப்பாய் மனமே பிறவாவரம் தந்தருளும் இறைவன்